السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നാം ഇങ്ങനെ ഒരു വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചത് വളരെ സങ്കീർണമായ ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഹദീസുകളിലെല്ലാം പറഞ്ഞ ഫിത്നയുടെ, കുഴപ്പങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ നാം ഏറെ അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതുമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആളുകൾ നന്മയെക്കുറിച്ചാണ് നബിയോട് ചോദിക്കുക, ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കുക, അതിൽ വീഴാതിരിക്കാൻ വേണ്ടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇത്തരം കുഴപ്പങ്ങൾ, ഷെറുകൾ, അതേക്കുറിച്ച് പഠിച്ചാൽ മാത്രമാണ് നാം അതിൽ വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ചുറ്റും അത്തരത്തിലുള്ള ഒരുപാട് പ്രബോധനങ്ങൾ, തിന്മയുടെ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗോള തലത്തിൽ. ഫിത്നയുടെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു താബീ പണ്ഡിതൻ പറഞ്ഞത്, ഇന്നലെ വരെ ആളുകൾ ഹറാമായി ഗണിച്ചിരുന്ന കാര്യം ഇന്ന് ഹലാലായി ഗണിക്കുന്നുണ്ടെങ്കിൽ അത് ഫിത്നയാണ്, ഫിത്ന സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസപരമായിട്ടും കർമ്മപരമായും ആചാരപരമായും ഒക്കെ ആളുകൾ കൂടുതൽ ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസപരമായിട്ട് സംഭവിച്ച വലിയൊരു ഫിത്നയാണ് ഷീയിസം. ഇത് നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവുകയില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ അതുണ്ട്. കാരണം ഷീയിസത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് തഖിയ്യ. തഖിയ്യ എന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ വിശ്വാസം പുറത്ത് കാണിക്കാതെ സമൂഹത്തിൽ ജീവിക്കുക, അവസരം ലഭിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ തന്നിറം കാണിക്കുക എന്നതാണ്. അപ്പോ നമ്മളെ കെണിയിൽ കൊടുക്കുവാനുള്ള പലതരത്തിലുള്ള കുഴപ്പങ്ങൾ, ഇപ്പൊ സോഷ്യൽ മീഡിയ ദർശിക്കുന്ന ആളുകൾക്കറിയാം, ഒരുപാട് സംശയങ്ങൾ നിരന്തരമായിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ വ്യക്തിത്വങ്ങളെ കുറിച്ച്, സഹാബികളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, മുഹദ്ദിസുകളെ കുറിച്ചൊക്കെ നിരന്തരം സംശയങ്ങൾ പ്രചരിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ദീനിനെ കുറിച്ച് ആഴത്തിൽ അറിയാത്ത ആളുകൾ, സാധാരണക്കാർ ഈ സംശയമൊക്കെ ഇതൊക്കെ തലവെച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഇവരുടെ ഒരു തന്ത്രമാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പൊതുതന്ത്രമാണ്. ജൂതന്മാരാകട്ടെ, അതുപോലുള്ള എന്തെല്ലാം ലിബറലിസ്റ്റുകളാകട്ടെ, ഫെമിനിസ്റ്റുകളാകട്ടെ, ഇവരുടെയൊക്കെ തന്ത്രമാണ്. അതുപോലെ വിശ്വാസപരമായിട്ട് ഷിയാക്കളുടെ ഒരു തന്ത്രമാണ് സഹാബികളെ കുറിച്ചും പ്രമാണങ്ങളെ കുറിച്ചും നിരന്തരം സംശയങ്ങൾ ഉണ്ടാക്കുക എന്നത്. അപ്പോ ഒരു ഞാൻ ഷീയാണെന്ന് പറയുകയില്ല, അയാൾ ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഷീയിസം പ്രചരിപ്പിക്കുക, അഥവാ സംശയങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണം, അവർ ആദ്യമായിട്ട് തുടങ്ങൽ കർബല യുദ്ധത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരനായ യസീദ് കർബലയിൽ കൊല ചെയ്തു എന്ന് പറയും. സ്വാഭാവികമായിട്ടും വിവരമില്ലാത്ത ഒരാളത് വിശ്വസിക്കും. രണ്ടാമത് പറയും, ആ ക്രൂരനായ യസീദിനെ
ജനങ്ങളുടെ മേൽ ഖലീഫയായി അടിച്ചേൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് മുആവിയ്യത്ത് ബിൻ അബി സുഫ്യാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയും. അപ്പൊ വിവരമില്ലാത്ത ആളുകൾ അതും അംഗീകരിക്കും. മൂന്നാമതായിട്ട് പറയും ഈ മോശപ്പെട്ട മുആവിയയെ റളിയല്ലാഹു അൻഹു ഗവർണറായി നിശ്ചയിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ആളുകൾക്ക് അതും സംശയം ഉണ്ടാവും ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച്. നാലാമതായി ഇദ്ദേഹത്തെ ഉന്നത പദവികളിൽ അവരോധിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംശയം ഉണ്ടാവും. ഈ രീതിയിലാണ് സാധാരണക്കാരുടെ ഇടയിൽ ഇവര് കുഴപ്പം. അതേപോലെ ഹദീസിനെ കുറിച്ച് ഇന്ന് ലോകത്ത് ഓറിയന്റലിസ്റ്റുകളും അതുപോലെ ലിബറലുകളും ഹദീസ് നിഷേധികളും യുക്തിവാദികളൊക്കെ ഹദീസിനെതിരിലും ഹദീസിന്റെ ആളുകളായ ബുഖാരി, മുസ്ലിം തുടങ്ങിയ പണ്ഡിതന്മാർക്കെതിരിൽ ഉന്നയിക്കുന്ന സകല ആരോപണങ്ങളുടെയും ആദ്യം തുടക്കം കുറിച്ചത് ഷിയാക്കളാണ്. കാരണം ഷിയാക്കൾ സുന്നികളുടെ ഹദീസ് അംഗീകരിക്കാത്തവരാണ്. അപ്പൊ സുന്നികൾ ഹദീസിൽ സംശയം ജനിപ്പിക്കുക. ഞാൻ വിഷയത്തിലേക്ക് ഇറക്കാം. രാമുഖം എന്ന നിലയിൽ നിങ്ങളോട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ. ഷിയ എന്ന് പറഞ്ഞാൽ കക്ഷി, സഹായി എന്നൊക്കെയാണ് അർത്ഥം. ഷിയ എന്ന വാക്കുണ്ടായത് ഷിയത്തു അലി, അലിയുടെ കക്ഷിക്കാർ, അലിയുടെ ആൾക്കാർ എന്ന പേരിലാണ് മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഒരു വിഭാഗീയത ഉടലെടുത്തത്. അത് രണ്ട് രീതിയിൽ, ഒന്ന് രാഷ്ട്രീയ ഷീസ് ഉണ്ട്, ഒന്ന് വിശ്വാസപരമായ ഷീസ് ഉണ്ട്. രാഷ്ട്രീയ ഷീസ് എന്നാൽ അലിയുള്ളാഹിന്റെ ഉസ്മാനുള്ളാഹിന്റെ കാലത്തൊക്കെ അലിയുള്ളാഹിനോട് കുറച്ച് താല്പര്യമുള്ള ആളുകൾ ഷിയത്ത് അലി എന്നും, ഉസ്മാൻ അള്ളാഹിനോട് കുറച്ച് താല്പര്യമുള്ള ആളുകൾ ഷിയത്ത് ഉസ്മാൻ എന്നും, ഇബ്നു സുബൈർ അള്ളാഹിനോട് താല്പര്യമുള്ള ഷിയത്ത് ഇബ്നു സുബൈർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അവരാരും പരസ്പരം ശത്രുക്കളോ കാഫിറുകളാക്കുകയോ ഒരാളെ മറ്റേയാളെക്കാൾ മാറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ആളുകളായിരുന്നില്ല. അവരോട് കുറച്ചൊരു താല്പര്യമുള്ള ആളുകൾ. ഇത്ര ആ ഷിയത്ത് അലി എന്ന അവസ്ഥ ആദ്യകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊരു രാഷ്ട്രീയ ഒരു മതപ്രസ്ഥാനമായി അപകടകരമായ രീതിയിൽ വളർന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിലേറിയ സമയത്താണ്. ഏകദൈവ വിശ്വാസവുമായി രംഗത്ത് വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതത്തെ ജൂതനായ പൗലോസ്, സെന്റ് പോൾ, അദ്ദേഹം ഈസാ നബി ഉയർത്തപ്പെട്ടതിന് ശേഷം അതുവരെ ക്രിസ്തു മതത്തിൽ ഈസാ നബിയുടെ ശത്രുവായിരുന്ന അയാൾ പെട്ടെന്ന് വന്നിട്ട് ഈസാ നബി ഇല്ലാത്ത അവസരത്തിൽ ആ മതത്തിന്റെ വലിയ ആളായി രംഗത്ത് വന്നു. ആ മതത്തിൽ ബഹുദൈവ ആരാധനയും വിഗ്രഹാരാധനയും സ്ഥാപിക്കുകയുണ്ടായി. പൗലോസിന്റെ പിന്നെ എന്തുവരെയുണ്ട്, അദ്ദേഹത്തിന്റെ വചനങ്ങൾ വരെ ബൈബിളിൽ ഒരു ഏരിയ പൗലോസിന്റെ വചനങ്ങളാണ്. ഈ രീതിയിൽ ക്രിസ്തു മതത്തെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈസാ നബിയുടെ മതത്തെ അട്ടിമറിക്കാൻ ജൂതനായ പൗലോസിന് സാധിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിനെ അട്ടിമറിക്കുവാൻ ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബഅ രംഗത്ത് വന്നതാണ്. അദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് ഷീസം. അപ്പൊ ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം യമനിലെ ഒരു ജൂതന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു കറുത്ത ആഫ്രിക്കൻ വംശജയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇബ്നു സൗദ എന്നും പേരുണ്ട്. ഇദ്ദേഹം ഇസ്ലാമിനെ തകർക്കാൻ അബൂബക്കർ ഉമറുള്ളാഹിന്റെ കാലത്ത് ശക്തമായ ആ സമൂഹത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് ധൈര്യം കിട്ടിയില്ല. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് പുതിയ തലമുറ, നബിയുടെ കാലത്തെ തലമുറയുടെ രണ്ടാം തലമുറ ജന്മമെടുക്കുന്ന സമയമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലം. മാത്രമല്ല ഒരുപാട് അനറബി പ്രദേശങ്ങളും പേർഷ്യക്കാരും ഒക്കെ ഇസ്ലാമിലേക്ക് വന്ന, അയറാബികൾ ഇസ്ലാമിലേക്ക് വന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വന്നിട്ട് കലക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്, ജൂതനായ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് മുസ്ലിം ആണെന്ന് തലാഹറ ബിൽ ഇസ്ലാം, ഇസ്ലാമാണെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. സ്വാഭാവികമായിട്ട് വന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ ചോദ്യം ചെയ്യൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം കുറെ ആളുകളെ, ഉപജാപക സംഘങ്ങളെ സൃഷ്ടിച്ചു. അയറാബികളെ പോയിട്ട് കുറെ ഉസ്മാനുള്ളാഹിനെതിരെ തിരിച്ചു. കൂഫയിൽ പോയിട്ട് അവിടെ ഒരു ടീമിനുണ്ടാക്കി, ബസറയിൽ പോയിട്ട് കുറച്ച് ടീമിനുണ്ടാക്കി.
ഈജിപ്തിൽ പോയിട്ട്, കാരണം ഹിജാസിൽ ഒരിക്കലും ഉസ്മാൻ ഖാനെതിലുള്ള ഒരു കലാപവും അല്ലെങ്കിൽ ഒരു അപവാദവും അത് അവിടെ നടക്കൂല. അപ്പൊ കൂഫയിലും ബസ്രയിലും ഷാമിലും ഈജിപ്തിൽ വരെ പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതില് അപവാദ പ്രചരണങ്ങൾ നടത്തി. കുറച്ച് ആളുകൾ എന്തിനും വീഴുമല്ലോ, പ്രത്യേകിച്ച് പുതിയ തലമുറ. ആ പുതിയ തലമുറ ആണ് ഇദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് വന്നത്. അതിന്റെ ഇടയിൽ ഒരിക്കൽ ഇദ്ദേഹം പിടിക്കപ്പെട്ടത് അന്നത്തെ ബസ്രയിലെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന്? ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ചില നിഗൂഢത കണ്ടപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു, റജുലും മിൻ അഹ്ലിൽ കിതാബ് റഗിബ ഫീ ജിവാരിക വ റഗിബ ഫിൽ ഇസ്ലാം. ഇസ്ലാമിനോടും താങ്കളുടെ സൗഹൃദവും ഒക്കെ താല്പര്യമുള്ള ഒരു അഹ്ലു കിതാബപ്പെട്ട ഒരാളാണ്, ഇസ്ലാമായ ആളാണെന്ന് പറഞ്ഞു. സ്വാഭാവിക അദ്ദേഹത്തെ വിട്ടു. പക്ഷെ ഇദ്ദേഹം ഈ തുരപ്പം പണി ആ സമൂഹത്തിൽ നന്നായി പ്രവർത്തിക്കുകയും അങ്ങനെ ആയിഷ ബീവിയുടെ പേരിൽ കള്ളക്കത്തുകൾ ഈജിപ്തുകാർക്ക് അയക്കുകയും ഉസ്മാന്റെ ജനങ്ങളെല്ലാം ഉസ്മാനെതിരാണ് എന്നിട്ട് ഓരോ നാട്ടിലേക്കും മറ്റേ നാട്ടുകാരുടെ പേരിൽ കത്തയച്ച്, ഈജിപ്തിയുടെ പേരിൽ ഷാമുക്ക് കത്തയച്ച്, ബസറക്കാരുടെ പേരിൽ ഈജിപ്ത് കത്തയച്ചു. പലപ്പോഴും ആയിഷ ബീവിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ചേക്ക്, ആ കാലത്ത് ആ ബുദ്ധി വർക്ക് ചെയ്തത്. ആയിഷ ബീവിന്റെ പേരിൽ ആയിഷ ബീവിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഉന്നതമായിട്ട് ഓണോ സംവിധാനം ഇല്ലാത്തൊരു കാലത്ത് ആയിഷ ബീവി പറയുന്നതായിട്ട് ഈജിപ്തിക്ക് കത്തയച്ചു. അങ്ങനെ കുറെ ആളുകൾ ഈ കെണിയിൽ കുടുങ്ങി. ആ കെണിയിൽ കുടുങ്ങിയ ആളെല്ലാം ഹിജ്റ 35 മദീനയിൽ ജനങ്ങളെല്ലാം ഹജ്ജിന് പോയ തഞ്ചം നോക്കിയിട്ട് മദീനയിൽ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീട് വളയുകയും 40 ദിവസം അദ്ദേഹത്തിന് വെള്ളം പോലും കൊടുക്കാതെ ഉപരോധിക്കുകയും അവസാനത്തെ അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തത് ഈ ഇബ്നു സൗദാഹ് എന്ന ഈ ജൂതനാണ്. ഈ ഷിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ അബ്ദുല്ലാഹ് ഇബ്നു സൗദാഹ് എന്നും പേരുണ്ട്, അഥവാ കറുത്തവന്റെ മകൻ. ഈ കറുത്തവൾ ആരാ? ആഫ്രിക്കക്കാരിയായ അദ്ദേഹത്തിന്റെ ഉമ്മ. അങ്ങനെ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പ്രതിരോധിക്കാൻ സഹാബികളൊന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പ്രതിരോധിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഭൂരിപക്ഷ സഹാബികളും മക്കത്തായിരുന്നു, ഹജ്ജ് വേള ആയതുകൊണ്ട്. ബാക്കിയുള്ളവർ അതിർത്തി സംരക്ഷണത്തിലായിരുന്നു. കാരണം മുസ്ലിങ്ങൾ അതിർത്തി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ അതിർത്തി സംരക്ഷണത്തിനും പോയി ബാക്കിയുള്ളവർ ഹജ്ജിനും പോയ തഞ്ചം നോക്കിയിട്ടാണ് ഈ ഓപ്പറേഷന് വേണ്ടി ഇയാൾ വന്നത്. ഇയാളൊരു പ്ലാൻ നോക്കണം. അങ്ങനെ ആ പ്ലാൻ വിജയിച്ചു. പക്ഷെ സഹാബികൾ ഉപരോധിക്കാൻ ശ്രമിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, എന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടെ രക്തം ചിന്തണ്ട എന്ന് പറഞ്ഞിട്ട് ആ സഹാബികളെ നിരുത്സാഹപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്, ഇവരുടെ കരങ്ങളിലൂടെ. അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഫിത്ന, കുഴപ്പം. അതിനുശേഷം ഇസ്ലാമിൽ ഫിത്ന അടങ്ങിയ ചരിത്രമില്ല. അത് ഇന്നും സിറിയയിലും ലബനാനിലും ഫലസ്തീനിലും ഈജിപ്തിലും ഇറാഖിലും ഒക്കെ അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഫിത്നയുടെ ആദ്യത്തെ ആളാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു സബൈ എന്ന ഷീ സ്ഥാപകനായ ജൂതൻ. അവരുടെ അനുയായികൾ തന്നെയാണ് ഇന്ന് ഇവിടൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ രക്തം ചിന്തുന്നത് വലിയൊരു കഥയാണ്. ഇയാള് ആദ്യമായിട്ട് അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇദ്ദേഹം പറഞ്ഞു, ഓരോ പ്രവാചകന്മാർക്കും ഒരു വസിയ്യ ഉണ്ടാവും. ഏതുപോലെ മൂസാ നബിയുടെ വസിയ്യാണ് അദ്ദേഹത്തിന്റെ ഒപ്പം എങ്ങോട്ട് പോയ ഖൽദറിനെ തേടിപ്പോയ യൂഷാ ബിൻ നൂൻ. അതുപോലെ നമ്മുടെ നബിക്ക് ഒരു വസിയ്യുണ്ട്. ഈസാ നബി മരിച്ചാൽ തിരിച്ചു വരും നിങ്ങൾ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നമ്മളെ നബി തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇതൊക്കെ ജൂതായിസാണ്. ജൂതമതത്തില് മരിച്ച ആൾ തിരിച്ചു വരും. അതേമാതിരി ഒരാളുടെ പ്രതിനിധിയായിട്ട് വേറൊരാളുണ്ടാവും ഈ ലോകം നിയന്ത്രിക്കാൻ. അപ്പോ നബിയുടെ പ്രതിനിധിയാണ് ആര്? അലി. വസിയ്യ എന്നാണ് അതിന് പറയുക. അതായത് നബി വസിയ്യത്ത് ചെയ്ത് എന്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞ ആള്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയിട്ട് തിരിച്ചു വരും, അലി മരിച്ചു പോയിട്ട് തിരിച്ചു വരും. ഇങ്ങനെയുള്ള റുജ്അ എന്നാണ് ഇതിന് പറയുക, തിരിച്ചുവരവ് വാദം, വസിയ്യത്ത് വാദം, അതുപോലെയുള്ള ഒരുപാട് വാദങ്ങൾ ഇയാൾ പറഞ്ഞു. മുഹമ്മദുൻ ഖാത്തിമുൽ അംബിയ അലിയുൻ ഖാത്തിമുൽ ഔസിയ. നബി മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്,
അലി അവസാനത്തെ വസിയാണ്, നബിയുടെ വസിയാണ്. ഈ രീതിയിൽ കുറെ ചിന്താഗതികൾ. അതേമാതിരി തനാസുഖ് എന്ന് പറഞ്ഞാൽ അവതാര സിദ്ധാന്തം. അലിയെ നബി തന്റെ പിൻഗാമിയെ നിശ്ചയിച്ചു. പിന്നെ അലിയുടെ പിൻഗാമിയായിട്ട് ഹസൻ, അലി പോയാൽ ആ സ്ഥാനം ഹസന് കിട്ടും. ഹസൻ പോയാൽ ഹുസൈന് കിട്ടും. ഹുസൈൻ പോയാൽ ഹുസൈനു ശേഷം ഹുസൈന്റെ മകൻ അലിയും സൈനുല്ലാബിദ്ദീൻ. അലിയും സൈനുല്ലാബിദ്ദീൻ പോയാൽ ജാഫർ, മുഹമ്മദുൽ ബാക്കിർ, ജാഫർ സാദിഖ്, മൂസൽ കാദിം, അലിയുൽ റിള, അലിയുൽ ഹാദി, മുഹമ്മദ് ഹസൻ, ഹസനുൽ അസ്കരി, മുഹമ്മദുൽ ഹസൻ, അങ്ങനെ 12 ആളുകൾ ഇസ്ലാമിൽ ഇമാമുമാരുണ്ടാവും. ഈ ഇമാമുമാരാണ് ഇസ്ലാമിന്റെ ആൾക്കാർ, വസീകൾ എന്നൊക്കെ ഇയാൾ എന്ത് ചെയ്തു. അന്ന് 12 ആളെ പറഞ്ഞിട്ടില്ല, ഓരോർക്ക് ശേഷം അടുത്ത ആള് എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ തിരിയാത്ത ചില ആശയം അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തമാണ്. ഇബ്ദഉ ബിത്തഅനി ഫീ ഉമറായിക്കും, നിങ്ങളുടെ ഭരണാധികാരികൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. വളീറു അൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ തസ്തമീലു അന്നാസ്, അതുപോലെ അംറു ബിൽ മഅറൂഫ്, ഞങ്ങൾ അംറു ബിൽ മഅറൂഫിന്റെ ആളാണ്, നഹി അനിൽ മുൻകറിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ ആകർഷിക്കുക. ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭരണാധികാരികൾക്കെതിരാണല്ലോ എപ്പോഴും ആളുകളെ ഇളക്കി വിടുന്നത്. അപ്പൊ അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഇതിൽ ഇളക്കി വിട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഷഹീദാണെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചതാണ്, സംഭവിക്കും. അപ്പോ ഒന്നാമത്തെ ഫിത്ന തുടങ്ങി. അതിനുശേഷം മുസ്ലിം ലോകത്ത് ഫിത്ന അവസാനിച്ചിട്ടില്ല, അത് അവസാനിക്കുകയുമില്ല. അപ്പൊ ഈ ഫിത്ന എവിടെ തുടങ്ങി, ആര് തുടങ്ങി, എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായത്? പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇയാള് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അന്ത ഹുവ, നീ തന്നെയാണ് അള്ളാഹു, നീ തന്നെയാണ് അവൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രണ്ടാം ഘട്ടത്തിൽ ആദ്യം മൂപ്പര് നബിയുടെ വസിയ്യത്തായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം നബിയല്ല, അള്ളാഹു ആണ്, നബിയുടെ സ്ഥാനത്താണ് അലി, അള്ളാഹുവിന്റെ അവതാരമാണ് എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. ആ സമയത്ത് അലി അള്ളാഹു അദ്ദേഹത്തെ നാട് കടത്തി എന്ന അഭിപ്രായമുണ്ട്, കൊന്നുകളഞ്ഞു എന്ന അഭിപ്രായമുണ്ട്. കൊന്നുകളഞ്ഞു എന്നുള്ള അഭിപ്രായം അത്ര ശരിയല്ല, കാരണം അദ്ദേഹം പിന്നീടും ജീവിച്ചതായിട്ട് തെളിയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ കുറെ ആളുകൾ, അപ്പൊ അദ്ദേഹം അലി അള്ളാഹു മരിച്ചപ്പോ ആളുകൾ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു അലി മരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അലിയുടെ തലച്ചോറ് 70 പാത്രങ്ങളിൽ തളികകളാക്കി എന്റെ മുമ്പിൽ കൊണ്ടുവന്നാലും 70 സാക്ഷികളെ കൊണ്ടുവന്നാലും അലി മരിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അഥവാ അലി ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് മൂപ്പര് അലിയെ അവരോധിച്ചു എന്നർത്ഥം. ആ രീതിയിൽ പിന്നെ അദ്ദേഹം മരിക്കുകയില്ല, ഈ മിന്നിലും ഇടിനാദങ്ങളൊക്കെ കേൾക്കുന്നത് അലിയുടെ ശബ്ദമാണ് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പല സിദ്ധാന്തങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ പ്രവചിക്കുകയുണ്ടായി. അതുപോലെ റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ്, അത് ഈസയിലും പിന്നീട് നബിയിലും പിന്നെ അലിയിലും ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ, ഒരു പുതിയ ഇസ്ലാമിനെ അദ്ദേഹം സമൂഹത്തിൽ അവതരിപ്പിച്ചു. അതുവരെ ഇസ്ലാമിക സമൂഹത്തിൽ വിശ്വാസപരമായ ഒരു വ്യതിയാനം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വ്യതിയാനം ഈ അബ്ദുല്ലാഹ് ബിൻ സബ എന്ന ജൂതൻ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഈ സിദ്ധാന്തമാണ്. ഇനി ഷീസത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മളെ ഇസ്ലാം കാര്യത്തിൽ നമുക്കറിയാം. ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, 5 കാര്യങ്ങൾ. എന്നാൽ ഷീസത്തിന്റെ അടിസ്ഥാനം അസ്സലാത്തു വസ്സക്കാത്തു വസ്സൗമു വൽ ഹജ്ജു വൽ ഇമാമ. ഷഹാദത്ത് കലിമക്ക് പകരം ഇമാമത്ത് അഥവാ ഈ 12 ഇമാമമാരെ വിശ്വസിക്കുക എന്ന വാദമാണ് ഷീസത്തിന്റെ അടിസ്ഥാനം. ഇസ്ലാം കാര്യത്തിൽ തന്നെ അവരെന്ത് ചെയ്തു? വെള്ളം ചേർത്തു. ഷഹാദത്ത് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് ഇമാമത്ത് വാദി. അൽ ഇമാമത്തു അസ്ലുൻ മിൻ ഉസൂലിദ്ദീൻ ലാ യത്തിമുൽ ഈമാനു ഇല്ലാ ബിഹി.
ഇന്ന ഇൻകാറൽ ഇമാമ ഷെറുൻ മിൻ ഇൻകാരിൻ നുബുവ. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് എന്ത്? ഇമാമത്ത്. ഈ ഇമാമിൽ വിശ്വസിക്കുക. അലിയാണ് ഒന്നാമത്തെ ഇമാമ. അവസാനത്തെ ഇമാമ് പിന്നെ മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറഞ്ഞ 12ാമത്തെ ഇമാമ. അപ്പൊ ഈ ഇമാമന്മാരിൽ വിശ്വസിക്കില്ല. ആരെങ്കിലും ഇമാമത്തിനെ നിഷേധിച്ചാൽ അത് നുബൂവത്തിനെ നിഷേധിക്കുന്നതിനേക്കാൾ വലുതാണ് എന്നാണ് ഇവരുടെ വാദം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരുമാനിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പിൻഗാമികളെ അഥവാ ഇമാമന്മാരെ അറിയിച്ചു കൊടുക്കും. നബി അത് ജനങ്ങളോട് കൽപ്പിക്കും, ജനങ്ങൾ അത് സ്വീകരിക്കും എന്നാണ് ഇവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, തന്റെ ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹു നബിക്ക് വഹ്യ് നൽകി. യാ മുഹമ്മദ് ഖദ് ഖളൈത നൗബതക വസ്തക്മൽത അയ്യാമക ഫജ്അലിൽ ഇൽമല്ലദീ ഇൻദക വൽ ഈമാന വൽ ഇസ്മൽ അക്ബർ വമീറാസ ഇൽമിൻ നുബുവ ഫീ അഹ്ലി ബൈതിക ഇൻദ അലി ഇബ്നു അബീ താലിബ്. ഷിയാക്കളുടെ ഏറ്റവും വലിയ ഹദീസിന്റെ കിതാബാണ് കാഫി, അൽ കാഫി. നമ്മുടെ ബുഖാരിയുടെ സ്ഥാനത്താണ് അവരുടെ കാഫി. അപ്പൊ ഈ കാഫിയിൽ പറഞ്ഞൊരു ഹദീസാണത്. നബിയുടെ സമയം അവസാനിച്ചപ്പോൾ നബിക്ക് അള്ളാഹു വഹ്യ് നൽകിയത്, പ്രവാചകരെ അങ്ങയുടെ ഊഴം അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് താങ്കളുടെ അടുത്തുള്ള ഇൽമും ഈമാനും ഇസ്മുൽ അക്ബറും നുബുവത്തിന്റെ അനന്തരാവകാശമൊക്കെ നിങ്ങളെ അടുത്ത ബന്ധുവായ അലിയെ ഏൽപ്പിക്കുക. അപ്പൊ അലിയായി നബിയുടെ അറിവിന്റെ സൂക്ഷിപ്പുകാരനും പിന്തുടർച്ചക്കാരനും പ്രചാരകനും. നമ്മൾ സുന്നി കിതാബുകളുടെ ചില ഹദീസാണ്, അനാ മദീനത്തുൽ ഇൽമി വഅലിയും ബാബുവ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാകുന്നു, അലി അതിന്റെ കവാടമാകുന്നു. നമ്മുടെ മൂല്യന്മാരൊക്കെ പറഞ്ഞു. ഇത് ഇവരുണ്ടാക്കിയ വേജ ഹദീസാണ്, അല്ലെങ്കിൽ ദുർബല ഹദീസാണ്. കാരണം എങ്ങനെ അലി മാത്രം നബിയുടെ അറിവിന്റെ കവാടാകുക? അതോടുകൂടി ഇസ്ലാം ഒരു മൂലക്കല് ഒതുങ്ങല്ലേ. നബിയുടെ അറിവിന്റെ കവാടം ഒരാളുടെ കുത്തകാവുമല്ലോ. നബിയുടെ അറിവ് എല്ലാവർക്കും, അന്നത്തെ മുഴുവൻ സഹാബികൾക്കും കിട്ടിയതല്ലേ. അത് ഒരാളെ കുത്തകാക്കിയോടുകൂടി ഇസ്ലാമിന്റെ വലിയൊരു അപജയം സംഭവിക്കൂല. ഈ രീതിയിലുള്ള ഹദീസുകളൊക്കെ അവർ നിർമ്മിച്ചു. അങ്ങനെ അതിലൂടെ അവരുടെ മതത്തിന്റെ അല്ലെങ്കിൽ ആശയത്തിന്റെ അടിത്തറ അവർ പഠിച്ചു. അതുപോലെ അല്ലാഹു തആല ഒരു കിതാബ് അവതരിപ്പിച്ചു നബിയുടെ മരണത്തിന് മുമ്പായിട്ട്. ആ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ നുഖ്ബത്തിന്, ക്രീമായ ആളുകൾക്ക്, ആ ക്രീമായ ആളുകൾ അലിയാണ്, ആ കിതാബ് സ്വർണത്തിന്റെ സീലൊക്കെ വെച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരേൽപ്പിച്ചു? അലിയെ ഏൽപ്പിച്ചു. അതാണ് ഷിയാക്കൾ തങ്ങളെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്ന കിതാബ് മുസഹഫ് ഫാത്തിമ എന്നൊക്കെ പറയും. അതാണ് യഥാർത്ഥ മുസഹഫ്. നമ്മളെ മുസഹഫ് സഹാബികൾ വെള്ളം ചേർത്ത മുസഹഫാണ് എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. എന്താണ് ഇമാമത്തിന് അവർ നൽകുന്ന പ്രാധാന്യം? ഇത്തഫഖൽ ഇമാമിയത്തു അന്നമൻ അൻകറൽ ഇമാമത്ത അഹദിൻ മിനൽ അയിമ്മ വജഹദ മാ ഉജബഹു അല്ലാഹു ലഹു മിൻ ഫർളിത്ത വഹുവ കാഫിറുൻ ബാലുൻ മുസ്തഹിഖുൽ ഖുലൂദി ഫിന്നാർ. ഇമാം അലിയുടെയും ബാക്കി 12 ഇമാമുമാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഇമാമത്ത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമായും അനുസരിക്കാൻ കൽപ്പിച്ച ഈ ഇമാമുമാരെ ധിക്കരിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാണ്, വഴിവേച്ചവനാണ്, നിത്യ നരകത്തിൽ കടക്കുന്നവനാണ്. ബിഹാറുൽ അൻവാർ എന്ന ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ 296 പേജിൽ 23ാമത്തെ വാള്യത്തിലുള്ള പരാമർശമാണ്. അപ്പൊ ഇമാമത്തിന് ആരെങ്കിലും നിഷേധിച്ചാൽ, നമ്മളൊക്കെ പോയി നിഷേധിക്കുന്നവർ, അങ്ങനെ ഇമാമത്തിന്റെ നമുക്ക് ആർക്കും പാടില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ഷിയാക്കളുടെ വാദത്തിൽ കാഫിറുൻ മുസ്തഹിഖുൻ ഫിന്നാർ, നരകത്തിലെ നിത്യവാസികളും കാഫിറുകളുമാണ്. ആ കാര്യത്തിൽ നൂറുകണക്കിന് ഹദീസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഷിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? അമീറുൽ മോമിനീന്റെയോ അദ്ദേഹത്തിന് ശേഷം വരുന്ന അയിമ്മത്തുകളുടെയോ ഇമാമത്ത് അംഗീകരിക്കാത്തവരാണ്. അവര് മുഖ്ലദൂന ഫിന്നാർ, നരകത്തിൽ നിത്യവാസികളായിരിക്കും. ഈ ഇമാമാരുടെ പ്രത്യേകത എന്തൊക്കെ അറിയോ? നമ്മളെ സി എം മടവൂരിനെ പറ്റി ഇപ്പൊ ആൾക്കാർ പറയുന്ന മാതിരി ആദ്യം പറഞ്ഞത് ഷിയാക്കളാണ്. അവരവരുടെ ഇമാമുമാരെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ കേട്ട്,
ലനഅലം മാ ഫി അസ്ലാബി റിജാൽ വഅർഹാമിൻ നിസാ വനഹ്നു ഹുജ്ജത്തുല്ലാഹി അലാ ഖൽഖിഹി വല്ലാഹി ലൗ അംലാലക്കും ലൗ ഉഹ്സിലക്കും കുല്ല ഹസാത്തി തിഹാമാ ലൗ ഖുബറുക്കും. സ്ത്രീകളുടെ ഗർഭപാത്രത്തിലുള്ളതും ആണുങ്ങളുടെ മുതുകളിലുള്ളതും ഒക്കെ ഞങ്ങൾക്കറിയാം. അഥവാ അവിടെ ജനിക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഉജ്ജത്തുകളാണ്. തിഹാമയിലെ ചരലുകൾ എത്രയാണെന്ന് എണ്ണിക്കണക്കാക്കാൻ ഞങ്ങൾക്കറിയും. അത് വേണ്ടി വന്ന് ഞങ്ങളത് പറയുകയും ചെയ്യും. ഇന്നീല അയലമു മാഫിസമാവാത്തി മാഫിൽ അല്ലയോ മാഫിൽ ജന്നത്തി മാഫിന്നാറോ അയലമുമായ കൂനുമാക്കാൻ. ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും നരകത്തിലുള്ളതും വരാൻ പോകുന്നതും വന്നു കഴിഞ്ഞതുമെല്ലാം ഞാൻ അറിയും എന്ന് അലിയുള്ളാഹു പറഞ്ഞതായിട്ട് ഒരു വ്യാജ ഹദീസ് ഇവരുടെ കാഫിയിൽ വന്നൊരു ഹദീസാണ്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലൗ കുന്തു ബൈന മൂസ വൽ ഖദിർ ലഅഖ്ബർതുഹുമാ അന്നി അഅലമു മിൻഹുമാ. ഞാൻ മൂസയുടെയും ഖിളിറിന്റെയും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർ രണ്ടാളോടും പറയും, ഞാനാണ് നിങ്ങളെക്കാൾ വിവരമുള്ളവൻ. കാരണം അവർക്ക് കഴിഞ്ഞ വിവരം അറിയുള്ളൂ, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ആർക്കറിയില്ല. മൂസക്കും ഖദിറിനും അറിയില്ല. എനിക്ക് വരാനിരിക്കുന്നതും അറിയും, കഴിഞ്ഞതും അറിയും. അപ്പൊ അതുകൊണ്ട് ഞാനാണ് നിങ്ങളെക്കാൾ മഹാൻ. എന്നല്ല അയിമ്മ യഅലമൂന മത്താ യമൂതൂന വഅന്നഹും ലാ യമൂതൂന ഇല്ലാ ബിഇഖ്തിയാരിഹിം വലാ യഖ്ഫാ അലൈഹിം ശൈഉൻ വമൻ ജഹദ ഇമാമത അഹദിഹിം കമൻ അൻകറ നുബുവ്വത ജമീഅൽ അംബിയാ. ഈ ഷിയാ ഇമാമുമാർക്ക് അവരെപ്പോഴാണ് മരിക്കുക എന്നറിയാ. അവരുടെ ചോയ്സ് പ്രകാരമാണ് അവർ മരിക്കുക. അതായത് എനിക്കിപ്പോ മരിക്കണം തോന്നിയാലേ ഞാൻ മരിക്കുള്ളൂ, അല്ലാതെ അള്ളാഹ്ക്കയിൽ ഇടപെടാൻ കഴിയില്ല. അവരുടെ ഇമാമത്തിന് ആരെങ്കിലും നിഷേധിച്ചാൽ മുഴുവൻ പ്രവാചകന്മാരുടെയും നുബൂവത്തിനെ നിശ്ചയിച്ചതുപോലെയാണ്. നമ്മുടെ കേരളത്തിൽക്കാർക്ക് സുപരിചിതനായ ഹുമൈനി, അദ്ദേഹത്തെ ഇമാം ഹുമൈനി എന്നൊക്കെയാണ് ആൾക്കാർ എഴുതിയതും പറയുകയും ചെയ്തിരുന്നത്. ഇദ്ദേഹം ഒരുപാട് മുസ്ലിങ്ങളെ ഐക്യസമ്മേളനത്തിലൊക്കെ പോയി വിളിക്കുകയും പല മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ ഐക്യസമ്മേളനത്തിലൊക്കെ പോയ ആളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് മാത്രം ആരും പഠിച്ചില്ല. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പുസ്തകത്തിന്റെ 52-ാമത്തെ പേജിൽ ഇന്നലി അയിമ്മത്തിന മഖാമൻ മഹമൂദൻ ദറജത്തൻ സാമിയത്തൻ ഖിലാഫത്തൻ തക്വീരിയത്തൻ തഖ്ലഉ ലി വിലായത്തിഹ ജമീഉ ദുറാത്തി ഹാദൽ ഖൗൽ വഇന്ന മിൻ ദറൂറിയാത്തി മദ്ഹബിന അന്ന ലി അയിമ്മത്തിന മഖാമൻ ലാ യബ്ലുഗുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. ഞങ്ങളെ ഇമാമുമാർക്ക് എന്തുണ്ട്? അത്യുന്നതമായ മഖാമും മഹ്മൂദുണ്ട്, ഉന്നതമായ സ്തുത്യർഹമായ പദവിയുണ്ട്, അത്യുന്നതമായ സ്ഥാനമുണ്ട്. ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥിതിയുണ്ട്. അഥവാ പ്രപഞ്ചത്തിലെ ഒരു അണു പോലും ഞങ്ങളുടെ ഇമാമുമാർ അറിയാതെ ചലിക്കുകയില്ല. നമ്മുടെ മദ്ഹബിന്റെ അഥവാ ഷീഈ മദ്ഹബിന്റെ അടിസ്ഥാന താല്പര്യങ്ങളിൽപ്പെട്ടതാണ് ഞങ്ങളുടെ ഒരു ഇമാമിന്റെ പദവിയിൽ അള്ളാഹുവിന്റെ മുഖറബായ ഒരു മലക്കിനോ അള്ളാഹുവിന്റെ മുർസലായ ഒരു നബിക്കോ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നത് നമ്മുടെ മദ്ഹബിന്റെ അനിവാര്യമായ താല്പര്യങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മളൊക്കെ അറിയാതെ ചോര തളച്ച ഹുമൈനിയുടെ വാക്കാണ് ഈ പറഞ്ഞത്. ആ പുസ്തകം CMSA മലയാളത്തിലേക്ക് അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷനിൽ നിന്ന് 1980-കളിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകം. ഒരു ചെറിയ ചില അട്ടിമറിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഏകദേശ ആശയം ഇപ്പോഴും ആ മലയാള പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ അലി റളിയല്ലാഹു എന്ന് പറയുന്നതായിട്ട് അവർ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്നു, അനൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. ഞാനാണ് ആദ്യത്തവൻ, ഞാനാണ് അവസാനത്തവൻ, ഞാനാണ് ബാഹ്യമായുള്ളവൻ, ഞാനാണ് ആന്തരികമായുള്ളവൻ. അപ്പൊ അള്ളാഹയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഈ ദൈവികതാവാദമാണ് ഷിയാക്കൾ അവരുടെ ഇമാമുമാർക്ക് കൊടുത്തത്. പിന്നീട് സുന്നികൾ, ചില സൂഫികൾ അത് കോപ്പിയടിച്ചിട്ടാണ് സുന്നി ലോകത്ത് ഈ തരത്തിലുള്ള ഇവര് ഇമാമുമാർക്ക് കൊടുത്ത പദവികളൊക്കെ നമ്മൾ ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ട് അതിമാനുഷരായ മനുഷ്യന്മാരെ കഥകൾ നമ്മുടെ സുന്നി സാഹിത്യങ്ങളിൽ പ്രചരിച്ചത് അങ്ങനെയാണ്.
ഇവരെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം പറഞ്ഞാൽ ഇതുപോലുള്ള 1-2 ഒരു മാസം പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അത്രമാത്രം പരന്ന ഒരു വിശാലമായ കാര്യങ്ങളാണ് ഇവരെ ഖുർആനെ പറ്റിയുള്ള ഇവരുടെ ചില വാദങ്ങൾ ഞാൻ പറയാം. ഇമാമത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഞാനീ പറയുന്ന ഓരോ വിഷയത്തിലും 10-ലധികം പുസ്തകങ്ങൾ ഈ ഒരു വിഷയത്തിൽ മാത്രമുണ്ട്. അപ്പൊ എത്ര പരിമിതമായിട്ട് ഞാൻ പറയുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഖുർആനെ പറ്റി ഇവരുടെ കിതാബിൽ പറയുന്നു, ഇന്നൽ അഖ്ബാറ ദാല്ല അലാ തഹരീഫിൽ ഖുർആൻ യസീദു അലാ അൽഫി ഹദീസ്. 2000-ലധികം ഷിയാ നിവേദനങ്ങൾ, ഹദീസുകൾ ഖുർആനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുണ്ട്. ആ 2000-ലധികം ഹദീസുകളെല്ലാം കൂടി ഒരു കിതാബിൽ ഒരുമിച്ച് കൂടി. ആ കിതാബിന്റെ പേരെന്തായാലും ഫസ്ലുൽ ഖിതാബ് അലാ തഹരീഫി കിതാബി റബ്ബിൽ അർബാബ്. നൂരി അത്തബ്രസി എന്ന ഷിയാ പണ്ഡിതൻ എഴുതിയൊരു കിതാബാണിത്. അഥവാ അള്ളാഹുവിന്റെ കിതാബിൽ മാറ്റിമറിക്കൽ നടന്നിട്ടുണ്ട് എന്നത് കട്ടായം. ഫസ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതാണ് കട്ടായം. അതിൽ യാതൊരു സംശയമില്ല. ആ കിതാബില് ഷിയാക്കളുടെ പൂർവിക പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 2000-ലധികം റിവായത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള റിവായത്തുകളുള്ള ഒരു പുസ്തകമാണ്. ഷിയാ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ളൊരു കാര്യമാണ് ഖുർആനിൽ തഹരീഫ് അഥവാ മാറ്റിമറിക്കൽ നടത്തിയിട്ടുണ്ട് എന്ന്. അവരിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് കുലൈനി, ബുർഖി, നൊമാനി, ഫബ്രസി, മജ്ലിസി, ജസായിരി, ആമിലി, അൽ ഫുത്തൂനി, അൽ ഖൂനി, അൽ ബഹ്റാനി എന്നൊക്കെ പറഞ്ഞുള്ള ആധുനികരും പൗരാണികരുമായ അവരുടെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ഇജ്മാ ഉള്ളൊരു കാര്യമാണത്. ഖുർആനിൽ മാറ്റിമറിക്കൽ നടന്നിട്ടുണ്ട്. ആരാണ് മാറ്റിമറിച്ചിട്ടുണ്ടാകുക? സഹാബികള്. എന്തിനു വേണ്ടി? അലിയാണ് നബിയുടെ പിൻഗാമി എന്ന ഖുർആനിലുള്ള ആയത്തുകള് അട്ടിമറിച്ചു. ആര്? അബൂബക്കർ റളിയല്ലാഹുവിനെ ഖലീഫയാകാൻ വേണ്ടി സഹാബികൾ. അങ്ങനെയുള്ള ഖുർആനൊക്കെ എന്ത് ചെയ്തു? ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് കത്തിച്ചു കളഞ്ഞു. ആ യഥാർത്ഥ ഖുർആനെന്ന് ഇല്ല. ഇന്നത്തെ ഖുർആൻ വ്യാജമാണ് എന്നാണ് ഷിയാക്കളുടെ വാദം. ഖുമൈനി പറയുന്നു, ബർജൗദരി എന്ന പണ്ഡിതൻ പറയുന്നു, ഇന്നൽ അസ്ഹാബ് ഖദ് അത്ബഖു അലാ സിഹത്തിൽ അഖ്ബാർ അൽ മുസ്തഫീദ ബിൽ മുതവാത്തിറ അദ്ദാലത്തി തസ്രീഹുഹാ അലാ വുഖൂഇ തഹരീഫിൽ ഖുർആൻ. ഖുർആൻ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ മുത്തവാത്തിറായ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, മുസ്തഫീദായ അഖ്ബാറുകൾ നമ്മുടെ